മഹാകാളി ദർശനത്തിന് പ്രത്യേക ഫലസിദ്ധി നേടാൻ പറ്റിയ ദിനങ്ങളാണത്രേ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. പഴയ കാലത്ത് രക്തപ്രിയയായ ദേവിക്ക് ആടറുത്ത് കരിങ്കലശമാടി ശത്രുസംഹാരം നേടിയ നിരവധി കഥകൾ പഴന്തലമുറകൾ ഇന്നും ഓർക്കുന്നു. ഉദ്ദിഷ്ടകാര്യത്തിന് കോഴിയറുത്ത് കുരുതി കൊടുക്കുന്ന പതിവ് ഇവിടെ ഉണ്ടാകാറുണ്ട്. ചെർക്കൽ കോലം രാജവംശത്തിൻ്റെ കുലപര ദേവതയാണ് മാടായി ശ്രീ തിരുവൽക്കാട്ടുകാവ് ഭഗവതി. ഈ ക്ഷേത്രത്തിൽ വിദേശങ്ങളിലും ക്ഷേത്രത്തിൻ്റെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഒന്നുചേരുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ശക്തി പൂജ, ശത്രുസംഹാര പൂജ, ഈ പൂജകളാണ് നടത്തി വരാറുള്ളത്. ഇവിടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി, ശത്രുദോഷ നിവാരണത്തിന് വേണ്ടി, ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി, പിന്നെ സന്താന സൗഭാഗ്യത്തിന്, മംഗല്യഭാഗ്യത്തിന്, ഈ ആവശ്യങ്ങൾക്കെല്ലാം പ്രധാനമായിട്ടും ഈ പൂജ നടത്താറുള്ളത്. പിന്നെ കർണാടകത്തിൽ നിന്നും ഇപ്പോൾ മുഖ്യമന്ത്രി യെദ്യൂരപ്പയും പിന്നെ കൂടാതെ അവിടെയുള്ള മറ്റുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പല വ്യക്തികളും ഇവിടെ ക്ഷേത്ര ദർശനം നടത്തി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പല കാര്യങ്ങളും സാധിച്ച് വന്നിട്ടുണ്ട്. കൂടാതെ ഇവിടെ മുഖ്യമായിട്ടുള്ള ഉത്സവം പൂരമാസത്തിലെ മാർച്ച് മാസം മീനമാസം പൂരമഹോത്സവമാണ്. കാർത്തിക നാൾ മുതൽ പൂരം വരെ 9 ദിവസമാണ് ഈ ഉത്സവം നടന്നു വരാറുള്ളത്. ദേവിയുടെ ഏറ്റവും വിശേഷപ്പെട്ട ഈ ദിവസങ്ങളിൽ എന്താ വെച്ചാൽ രാത്രി ഏതാണ്ട് 1 മണിക്ക് ആണ് ഈ ഉത്സവത്തിന് തുടക്കം കൊടുക്കുക. മറ്റുള്ള നമ്മളുടെ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം കളരവത്തിക്കൽ ഭഗവതി ക്ഷേത്രം, നീലേശ്വരം, മന്നപ്പുറത്തോ ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവം കഴിഞ്ഞ് പിന്നാണ് ഈ ക്ഷേത്രത്തിൽ ദീപം തെളിയിച്ച് ഉത്സവം തുടങ്ങുക. അത്രയും രൗദ്രഭാഗത്തുള്ള ദേവിയായിരുന്നു മാടായിക്കാൽ ഭഗവതി. ഇവിടെ നിന്നും പുലർച്ചക്ക് 4 മണിക്ക് തെക്കിനക്കൽ കോട്ടയിൽ ദേവിയെ എഴുന്നള്ളിക്കുന്നു. അത് പൂര ദിവസം മുതൽ നാൾ വരെ 8 ദിവസം ദേവിയെ തെക്കിനക്കൽ കോട്ടയിൽ എഴുന്നള്ളിക്കുകയും അവിടെ പൂരക്കളി, ശാലിയ സമുദായത്തിൻ്റെ പൂരക്കളിയും പിന്നെ കൂടാതെ അപ്പനൈവേദ്യവും അവസാന പൂരോത്സവ നാളിൽ ദേവിയെ എഴുന്നള്ളിച്ചു. ഈ അപ്പനൈവേദ്യം, പൂരക്കളി ഇതെല്ലാം കഴിഞ്ഞ് നേരെ വടുകുന്ന തടാകത്തിൽ എന്നുവെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ മാടായിപ്പാറയിലെ വിശാലമായ ഏറ്റവും ഏത് വേനൽക്കാലത്തും പറ്റാത്ത ഒരു അതിപ്രാധാന്യമുള്ളൊരു കുളമാണ് വടുകുന്ന തടാകം. മാടായി ശ്രീ വടുകുന്ന ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടുപുറകിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്താ വെച്ചാൽ വേനൽക്കാലങ്ങളിൽ പല പക്ഷിമൃഗാദികൾ എല്ലാം വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഈ തടാകത്തിൽ നിന്നാണ്. കൂടാതെ പൂരംകുളി, അമ്മയുടെ ഏറ്റവും വിശേഷമായ പൂരംകുളി ഈ തടാകത്തിൽ വെച്ചാണ് നടക്കാറുള്ളത്. വടുകുന്ന ക്ഷേത്രത്തിൽ അമ്മയെ കുടിയിരുത്തുകയും അവിടെ നിന്നും അവിടുത്തെ നമ്പൂതിരി അപ്പനിവേദ്യം നടത്തുകയും തുടർന്ന് ദേവിയെ തടാകത്തിൽ അവിടെ കരയിലെ മണിദ്വീപിൽ വെച്ച് ദേവിയെ മദ്യമാംസാദികൾ നിവേദിച്ചുള്ള ശാക്തേയ പൂജാകർമ്മമാണ് മാടായിക്കാവിലമ്മയ്ക്ക് പഥ്യം. ഇവിടെ ധനുമാസത്തിലെ പട്ടുത്സവം അത്യന്തം ഭക്തിസന്ദായകമായ ഒരു അനുഷ്ഠാനമാണ്. തെയ്യമ്പാടികൾ കളത്തിലെരിചാർത്തി മന്ത്രമധുരമായി ഭദ്രകാളി ചരിതം പാടി സ്തുതിക്കുന്നത് കേൾക്കാം. ജയ ജഗദീശേ ജലധനികാശേ ജഗതി നിറഞ്ഞ ജഗത്രയതായേ ജനിമൃതിശൂന്യേ ജയ ജയനാഥേ ഭഗവതി ഭദ്രേ ഭവകൃതമുദ്രേ എന്നിങ്ങനെ ആരംഭിക്കുന്ന സ്തുതിഗീതമാണ് ഈ പാട്ടുത്സവത്തിൽ മുഴങ്ങിക്കേൾക്കുക. മീനത്തിലെ പൂരോത്സവത്തിനും കാവിൽ പ്രത്യേകതയുണ്ട്. പൂരക്കാലത്ത് തെക്കിനാൽ കോട്ടയിലേക്ക് ഭഗവതിയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നതും അവിടെ
പവിത്ര തറകളിൽ ആറാടിക്കുന്നതും രാത്രിയുടെ നിശബ്ദയാമങ്ങളിലാണ്. രാത്രിപൂരമാണ് ഇവിടത്തെ പ്രത്യേകത. പൂരം നാളിൽ വടുകുന്ന ചിറയിലാണ് പൂരം കുളിക്കുന്നത്. ആ പുണ്യദർശനത്തിന് കേരളത്തിനകത്തും പുറത്തുമുള്ള പരശതം ഭക്തജനങ്ങളാണ് വന്നു ചേരാറുള്ളത്. അയ്യായിരത്താണ്ട് വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രം കോലത്തിരി രാജവംശത്തിൻ്റെ കുലപരദേവതയായ ശ്രീ തിരുവർക്കാട്ട് ഭഗവതി കുടിയിരിക്കുന്നു. മാടായിക്കാവലമ്മ എന്നറിയപ്പെടുന്ന ശ്രീ തിരുവർക്കാട്ട് ഭഗവതിയാണ് ഈ നാട്ടിൻ്റെ അതിദേവതയായി അറിയപ്പെടുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇന്ന് ജീർണാവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് നവീകരണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ 4 ദേശത്തിൻ്റെയും നാട്ടുകാർ യോജിച്ചുകൊണ്ട് ഒരു നവീകരണ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. നവീകരണ സമിതിയുടെ നേതൃത്വത്തിലും ദേവസ്വത്തിൻ്റെ സഹകരണത്തോടും കൂടി ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഒട്ടനവധി പ്രവർത്തനങ്ങളും ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ക്ഷേത്ര വാതിൽമാടം, നാഗസ്ഥാനം, കാവുംപടി, ക്ഷേത്ര ചുറ്റമ്പലത്തിനുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ഇനിയും നടക്കാനുണ്ട്. അതിന് വേണ്ടുന്ന പദ്ധതികൾ ദേവസ്വവും നവീകരണ സമിതിയും തയ്യാറാക്കി വരുന്നതായും അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശത്രു സംഹാരത്തിനും അതുപോലെ നമ്മൾ ഉത്തര കേരളത്തിൽ അറിയപ്പെടുന്ന പഴയ ദുർമന്ത്രവാദം, മാരണം എന്നൊക്കെ അറിയപ്പെടുന്ന ദോഷങ്ങളൊക്കെ അകറ്റുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും വഴിപാടുകളുമാണ് ഇവിടെ കൂടുതലായും നടന്നു വരുന്നത്. ഗൃഹങ്ങളിലൊക്കെ ദുർമന്ത്രവാദം നടത്തുന്ന അതിനൊക്കെ തടയുന്നതിന് വേണ്ടി ഗൃഹങ്ങളിൽ നിന്നും ഗൃഹപറമ്പുകളിൽ നിന്നും ഉള്ള മണ്ണ്, അതുപോലെ മറ്റ് ദുർമന്ത്രവാദം ചെയ്ത് കിട്ടുന്ന വസ്തുക്കളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ക്ഷേത്ര മതിലിന് പുറത്തുള്ള സത്യക്കല്ല് എന്ന് പറയുന്ന കല്ലിന്മേൽ വയ്ക്കുന്ന ഒരു സമ്പ്രദായവും വർഷങ്ങളായി കണ്ടുവരുന്നുണ്ട്. എന്ത് ദുർനിമിത്തങ്ങൾ അല്ലെ ദുർദോഷങ്ങൾ ചെയ്തവർക്ക് അമ്മ തന്നെ അതിനുള്ള കൂലി കൊടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തജനങ്ങൾ ഇവിടെ അത് സമർപ്പിക്കുന്ന കാഴ്ച കാണാറുണ്ട്. അതുപോലെ മറ്റ് ഉത്തര കേരളത്തിലെ ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അനുഷ്ഠാന ആചാരങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. എല്ലാ മാസങ്ങളിലും വിശേഷങ്ങൾ നടന്നു വരുന്നുണ്ട്. ഒക്കെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിഭിന്നമായിട്ടുള്ള ശാക്തേയ പൂജാകർമ്മങ്ങളോടുകൂടിയാണ് ഇവിടെ നടന്നു വരുന്നത്. ഉത്തര കേരളത്തിലെ വിഖ്യാതമായ പൂരമഹോത്സവം, പൂരം എന്ന് പറയുമ്പോൾ തന്നെ മാടായിക്കാവ് പൂരം എന്നാണ് പഴയ കാലങ്ങളിലുള്ള പഴമക്കാർ പറഞ്ഞു വരുന്നത്, ഇന്നും നാം കേട്ടുവരുന്നുണ്ട്. മാടായിക്കാവ് പൂരം എന്ന് പറഞ്ഞാൽ കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെ ദേവി ദാരിക യുദ്ധ സ്മരണകൾ ഉണർത്തുന്ന ഒരു അനുഷ്ഠാന ചടങ്ങാണ്. രാത്രി 12 മണിക്ക് ശേഷമാണ് ഇവിടുത്തെ പൂരോത്സവ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടി വിശേഷാൽ പൂജകളോടെ പൂരോത്സവത്തിന് ചടങ്ങുകൾ സമാപിക്കുകയും ചെയ്യും. മറ്റ് ഇവിടെ ഈ മാരി വ്യാധികൾ തടകിയൊഴുക്കുന്ന ഒരു ചടങ്ങ് പൊള്ള എന്ന ആചാരക്കാരൻ്റെ നേതൃത്വത്തിലുള്ള പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്തു വരുന്ന ഒരു അനുഷ്ഠാന ചടങ്ങുണ്ട്. കർക്കിടകം 16-ന് മാരിത്തെയ്യം ക്ഷേത്രത്തിൻ്റെ സമീപ സ്ഥലത്ത് വെച്ച്, അതിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് ആ തെയ്യാട്ട ചടങ്ങും ഇവിടെ നടന്നു വരുന്നുണ്ട്. കാരണം അത് പൂർവ്വകാലത്ത് വന്ന് പെട്ട രോഗപീഠകളെ തടയുന്നതിന് വേണ്ടി പ്രത്യേകമായി അമ്മ തന്നെ നിയോഗിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഇന്നും ആ ചടങ്ങ് വിധി തെറ്റാതെ നടത്തി വരുന്നത്. മാടായിക്കാവിലെ കലശം കളിയാട്ട മഹോത്സവം വടക്കൻ കേരളത്തിലെങ്ങും
പ്രസിദ്ധമായ തെയ്യാട്ട ദൃശ്യ സവിശേഷതയാണ്. കാവിൻ്റെ വടക്കുപുറത്ത് കാവിലമ്മയുടെ കൊലസ്വരൂപമായ നീളം മുടിയണിഞ്ഞ തായിപ്പരദേവതയും കാളരാത്രിയമ്മയും ക്ഷേത്രപാലകനും മഞ്ഞാളമ്മയും പരിവാരദേവതകളും ആടിത്തിമിർക്കുന്ന അപൂർവ നിമിഷങ്ങളാണത്. മാടായിക്കാവിലെ കലശം കളിയാട്ട മഹോത്സവം വടക്കൻ കേരളത്തിലെങ്ങും പ്രസിദ്ധമായ തെയ്യാട്ട ദൃശ്യ സവിശേഷതയാണ്. കാവിൻ്റെ വടക്കുപുറത്ത് മാടായിക്കാവിലമ്മയുടെ കൊലസ്വരൂപമായ നീളമുടിയണിഞ്ഞ തായിപ്പരദേവതയും കാളരാത്രിയമ്മയും ക്ഷേത്രപാലകനും മഞ്ഞാളമ്മയും പരിവാരദേവതകളും ആടിത്തിമർക്കുന്ന അപൂർവ നിമിഷങ്ങളാണത്. തെയ്യം പാട്ടുകളിൽ മാടായിക്കാവിനെ തിരുവറുകാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വേതാളപ്പുറത്തേറി അലറിപ്പാഞ്ഞുവന്ന ദേവി ദാരികാസുരനെ കൊന്ന് എറിഞ്ഞ കാടാണത്രേ ഈ എറുകാട് അഥവാ തിരു എറുകാട്. അതല്ല, മദ്യമാംസാദിഭക്ഷകയായ മഹാകാളിയെ തളിപ്പറമ്പത്തപ്പൻ്റെ സന്നിധിയിൽ നിന്നും ഒരു ശംഖിൽ ആവാഹിച്ചെടുത്ത് പടിഞ്ഞാറേ കടലിലേക്ക് എറിഞ്ഞുവെന്നും ആ ശംഖ് വീണ സമുദ്രഭാഗം നീങ്ങിയ കാവാണ് എറുകാവാണ് ഇത് എന്നും ഐതിഹ്യമുണ്ട്. ഭഗവതിയുടെ തിരുമൊഴിയിൽ ആ ഐതിഹ്യം ഉറപ്പിക്കുന്നത് കേൾക്കാം. അന്ന് നൂലിട്ടാൽ നിലയില്ലാത്ത സമുദ്രം 3.25 നാഴിക കൊണ്ട് വിളാകി കരപ്പെടുത്തി മാടാക്കി ചമച്ചു ഞാൻ, അല്ലേ തന്ത്രി? പക്ഷേ ഉദയവർമ്മ കോലത്തിരിയുമായുണ്ടായ വൈരാഗ്യമൂർച്ഛയിൽ പെരിഞ്ചല്ലൂർ അഥവാ തളിപ്പറമ്പിലെ തന്ത്രിമാർ തമ്പുരാന്റെ കുലദേവതയെ പ്രതിഷ്ഠയെ പറിച്ചെറിഞ്ഞ കഥയാകാം ഇതിലൂടെ തലനീട്ടുന്നത്. കഥ ഏറെയുണ്ട് തിരുവർക്കാട്ടിന് പറയാൻ. തന്നെ ക്രൂരമായി ശിക്ഷിച്ച കോലത്തിരിയെ കൊണ്ടുതന്നെ തന്നെ ആരാധ്യ ദേവതയാക്കിയ ഉറുവാടിയുടെ കഥ. മന്ദനാരെന്ന സ്വാമിയാർ ദിവ്യകന്യകയെ ഈ കാട്ടിൽ കുടിയിരുത്തിയ കഥ. അതെന്തു തന്നെയായാലും ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ എഴുതിയത് പ്രകാരം കൊലസ്വരൂപത്തിൻ്റെ അതിദേവതയായ കാവിലമ്മയെ ഇവിടെ കുടിയിരുത്തിയത് AD 364 ആയിരങ്ങൾക്ക് ആരാധ്യദേവതയായി അനുഗ്രഹദായിനിയായി ഈ കലികാലത്തും വിസ്മയം വിരിയിക്കുന്ന അനേകം കഥകൾക്കുടമയായി തിരുവറുകാട്ട് കാവിലമ്മ, മാടായി കാവിലമ്മ ഇവിടെ ചൈതന്യം ചൊരിയുന്നു.